രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധം തുടർന്ന് ബിജെപി. നൂറിനാട്ടെ വീടിന് മുന്നിലായിരുന്നു പ്രതിഷേധം. മാർച്ച് സിപിഐ പ്രവർത്തകർ തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നായിരുന്നു മന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം. ഭയമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ നാടകങ്ങളിലൂടെ അവർ ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റാൻ, അവരുടെ കൂടെ നിൽക്കുന്നവരുടെ പോലും ശ്രദ്ധയെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് രാജ്യസ്നേഹത്തിൻ്റെ ആണോ ദേശസ്നേഹത്തിൻ്റെ ആണോ ദേശീയ പതാക, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചിഹ്നങ്ങൾ, ബിംബങ്ങൾ, അടയാളങ്ങൾ. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കും എന്നുള്ള ഒരു സന്ദേശം കേരളം കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. വിഷയത്തിൽ സിപിഐക്കും സിപിഎമ്മിനും ഒരേ നിലപാടാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് ഒരു നിലപാടേ ഉള്ളൂ. സിപിഐക്ക് ഒരു നിലപാടേ ഉള്ളൂ, സിപിഎമ്മിന് ഒരു നിലപാടേ ഉള്ളൂ. ഗവർണർമാരെ യഥാർത്ഥത്തിൽ പിൻവലിക്കേണ്ടതാണ് എന്നതാണ് ഞങ്ങളുടെ എല്ലാ നിലപാടും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? മുമ്പേ അത് ഇപ്പോഴല്ല മുമ്പേയുള്ള നിലപാട് അതാണ്. ഇനിയുള്ള നിലപാടും അത് തന്നെയാണ്. പ്രസാദ് എന്ന മന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ആ വാർത്ത വന്ന ഉടനെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. വർഗീയവൽക്കരണത്തിൻ്റെ ഉപകരണമായിട്ട് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലായാലും അല്ലെങ്കിൽ BJP വിരുദ്ധ ഗവൺമെൻറ്റുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളും. രാജ്ഭവൻ ഒരു RSS കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല. നൂറിനാട്ടെ പ്രസാദിൻ്റെ വസതിയിലേക്കാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. തുടർന്ന് അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ച് അവർ പൂജയൊക്കെ നടത്തി. ശരണ്യ, എന്താണ് സംഭവിച്ചത്? CPI പ്രവർത്തകരും അവിടെ തടിച്ചു കൂടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, 2 ദിവസങ്ങളായി മന്ത്രി പി പ്രസാദിന് എതിരെയുള്ള ആലപ്പുഴ ജില്ലയിലെ BJP പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. ഇന്നലെ ചേർത്തലയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയുടെ ഔദ്യോഗിക ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ഇടങ്ങളിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് നൂറിനാട്ടെ അദ്ദേഹത്തിന്റെ വസതിയുടെ മുന്നിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ BJPയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ആയിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സന്ദീപ് ബജസ്പതി അടക്കമുള്ള ആളുകൾ പ്രസാദിന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തുകയും നൂറുകണക്കിന് പ്രവർത്തകർ BJP പ്രവർത്തകർ അവിടെ എത്തി ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള വിളക്ക് കത്തിച്ച് ഒരു പ്രതീകാത്മക പൂജ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനായി BJP പ്രവർത്തകർ എത്തിയതോടെ അവിടെ CPI പ്രവർത്തകരും തടിച്ചുകൂടി. ഇത്തരത്തിൽ കൊടി ഏന്തിക്കൊണ്ടായിരുന്നു ഇരു പാർട്ടി പ്രവർത്തകരും പ്രസാദിന്റെ വീടിന് മുന്നിലായി തടിച്ചുകൂടിയത്. തുടർന്ന് വൻ പോലീസ് സന്നാഹം തന്നെ മന്ത്രിയുടെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യവുമായി BJP പ്രവർത്തകർ എത്തി. ഒപ്പം തന്നെ CPI പ്രവർത്തകർ കൂടി എത്തിയതോടെ സംഘർഷ സമാനമായ സാഹചര്യമുണ്ടായി. ഇവർ തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നൂറുകണക്കിന് പോലീസുകാർ അവിടെ ഈ രാവിലെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. തുടർന്ന് പോലീസ് എത്തി അനുനയിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ അവിടെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയത്. BJP പ്രവർത്തകർ പിന്നീട് മന്ത്രി പി പ്രസാദിന്റെ വീടിന്റെ മുന്നിലുള്ള റോഡിൽ വെച്ച് തന്നെ അത്തരത്തിൽ ആ ഒരു ചിത്രം വെക്കുകയും അവിടെ വിളക്ക് കൊളുത്തുകയും ചെയ്തു. ആ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചാണ് പിന്നീട് പ്രതിഷേധക്കാർ മടങ്ങിയത്. രഞ്ജിത്ത്, അതാണ് സംഭവിച്ചത്. ഏതായാലും BJP CPI പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ഇടപെട്ടു. കാര്യങ്ങൾ ശാന്തമായി പര്യവസാനിച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.